മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോലി ജില്ലയെ പൂർണ്ണമായി മാവോയിസ്റ്റ് മുക്തമായി പ്രഖ്യാപിച്ചു. ഒളിവിൽ കഴിഞ്ഞിരുന്ന 8 മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തു. 5 മാവോയിസ്റ്റ് നേതാക്കൾ കീഴടങ്ങിയ 5 നക്സൽ നേതാക്കളുടെ തലയ്ക്ക് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത് 38 ലക്ഷം രൂപ പ്രതിഫലമാണ്. മാവോയിസ്റ്റ് താവളങ്ങളിൽ നിന്ന് AK-47 തോക്കുകളും 65 ലക്ഷത്തിലധികം രൂപയുടെ കള്ളപ്പണവും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതോടുകൂടി ജില്ലയിൽ ഇനി മാവോയിസ്റ്റ് സാന്നിധ്യം ഇല്ല എന്ന് ഗഡ്ചിരോലി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കേന്ദ്ര സർക്കാർ എത്ര ദൃഢമായ തീരുമാനങ്ങളിലേക്കാണ് അമിത്ഷാ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതുപോലെ തന്നെ ഭാരതം മാവോയിസ്റ്റ് മുക്തമാണ്, ഭീകര മുക്തമായ ഒരു ഭാരതം തന്നെയാണ് ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ നോക്കൂ, ഇവിടെ ഈ മഹാരാഷ്ട്രയിലടക്കം മാവോയിസ്റ്റുകൾ ഇനി എവിടെയെങ്കിലും ബാക്കിയുണ്ടോ അവരൊക്കെയും പിടികൂടും, അവരൊക്കെയും അറസ്റ്റ് ചെയ്യും. അതാണ് ഏറ്റവും, കാരണം അവർക്കൊരു തെറ്റുപറ്റി, അവർ തെറ്റിലേക്ക് നീങ്ങി, അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരം, അതിന്റെ പ്രായശ്ചിത്തം എന്ന രീതിയിൽ അവസരം കൊടുക്കുക. അത് കൃത്യമായ രീതിയിൽ ആ ഒരു സമയപരിധി കഴിഞ്ഞിട്ടും കീഴടങ്ങാത്ത ഈ ഒരു ഇതിൽ ഉറച്ചു നിൽക്കുന്നവരെയാണ് പിടികൂടുന്നത്. അവർക്ക് കൃത്യമായ രീതിയിലുള്ള ശിക്ഷാ നടപടികൾ. അതുകൊണ്ട് തന്നെ അമിത്ഷായുടെ ഭരണമാണ്, നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണമാണ്. അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായി അദ്ദേഹം പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട്: ഒരു ഭീകരതയും രാജ്യത്ത് വച്ചു പുറപ്പിക്കില്ല. പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന 2 പേരാണ്, അല്ലേ? അമിത്ഷാ, നരേന്ദ്രമോദി. അവിടെ ഒരു സന്ധിയുമില്ല. അവിടെ കൃത്യമായ രീതിയിൽ ഭയന്ന് അവർ കീഴടങ്ങിയാണ്. അല്ലാത്തവരെ അവരുടെ പാളയത്തിൽ പോയി അറസ്റ്റ് ചെയ്യുന്നു, നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നു, കൃത്യമായ ശിക്ഷാ നടപടികളിലേക്ക് നീങ്ങുന്നു. നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, മാവോയിസ്റ്റ് മുക്തം എന്താണോ മോദി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് മോദി സർക്കാർ കടക്കുന്നു, മാവോയിസ്റ്റുകൾ ആയുധം വെച്ച് കീഴടങ്ങുന്നു, അല്ലെങ്കിൽ KP സൂചിപ്പിച്ചതുപോലെ അവരെ മടയിൽ കയറി പിടികൂടുന്നു എന്നുള്ള ഒരു ശൈലി, എന്തായാലും അത് ഒരിക്കൽ കൂടി വിജയിക്കുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് കൂടി ചൂണ്ടിക്കാട്ടുന്നത്. എങ്ങനെയാണ് വിവരം? ഗഡ്ചിരോലി ജില്ലയിൽ, മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോലി ജില്ല ഇപ്പോൾ മാവോയിസ്റ്റ് മുക്തമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 8 പേരെയാണ് പിടികൂടിയിരിക്കുന്നത്. ഇതിൽ 4 പേർ തെലങ്കാനയിൽ നിന്നും, 4 പേരെ ഛത്തീസ്ഗഡ് അതിർത്തിയിലെ കുംനാർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുമാണ് പിടികൂടിയിരിക്കുന്നത്. 5 പ്രമുഖ നക്സലുകൾ കീഴടങ്ങിയിരിക്കുകയാണ്. ഈ അറസ്റ്റിലായ 8 പേരുടെയും കൂടി തലയ്ക്ക് ഏതാണ്ട് 64 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിരുന്നു. അതേപോലെ തന്നെ കീഴടങ്ങിയവരുടെ 5 പേരുടെയും തലയ്ക്ക് ഏതാണ്ട് 38 ലക്ഷം രൂപയും ഇനാം പ്രഖ്യാപിച്ചിരുന്നു എന്നുള്ളതാണ്. ഇവരിൽ നിന്നും 51 തോക്കുകൾ പിടികൂടിയിട്ടുണ്ട്. 2 ലൈറ്റ് മെഷീൻ ഗണ്ണുകൾ, 4 AK-47കൾ, അതേപോലെ തന്നെ 4 SLR റൈഫിളുകൾ, അതേപോലെ തന്നെ 3 ഇൻസാസ് റൈഫിളുകൾ, അതേപോലെ തന്നെ ബാരൽ ഗഡേഡ് ലോഞ്ചർ അടക്കമാണ് പിടികൂടിയിരിക്കുന്നത്. ചെറിയ ഈ അറസ്റ്റിലായവരെ പിടികൂടാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ പിടികൂടാൻ ചെറിയ ഏറ്റുമുട്ടൽ ആവശ്യമായി എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെ പോലീസും CRPFും നടത്തിയ പ്രത്യേക ഓപ്പറേഷനിലാണ് ഇവരെ പിടികൂടാൻ സാധിച്ചത്. ഏതായാലും വലിയ നേട്ടമാണ്. ഓപ്പറേഷൻ അന്തിം പ്രഹാർ എന്നായിരുന്നു ഇതിന് പേരിട്ടിരുന്നത്. അങ്ങനെ അന്തിം പ്രഹാർ വലിയ വിജയമാണ് എന്നുള്ളതാണ് ഇപ്പോൾ SP ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിരിക്കുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്, അത്തരത്തിൽ സന്ധിയില്ലാത്ത ഒരു നിലപാടുമായിട്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഗഡ്ചിരോലി ജില്ല കൂടി മാവോയിസ്റ്റ് മുക്തമാകുകയാണ്.